നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. നമ്മൾ ഈ വീഡിയോയിൽ ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിലെ 2 റിക്രൂട്ട്മെന്റുകളെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു റിക്രൂട്ട്മെന്റ് ഡിഗ്രിക്കാർക്കുള്ള അവസരമാണെങ്കിൽ മറ്റൊന്ന് എഞ്ചിനീയേഴ്സിന്, അതായത് BE BTech, ME MTech, MSc അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള അവസരമാണ്. നമുക്ക് ഒരു റിക്രൂട്ട്മെന്റിൽ നമ്മുടെ തിരുവനന്തപുരം, ബാംഗ്ലൂരും ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിലൊക്കെ അവസരങ്ങളുണ്ട്. മറ്റൊരു റിക്രൂട്ട്മെന്റ് പരീക്ഷ പോലും ഇല്ലാതെയുള്ള അവസരങ്ങളാണ്. അപ്പോൾ ഈ 2 റിക്രൂട്ട്മെന്റിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാ നോക്കുക, ISROയിലെ ആദ്യത്തെ അവസരം നമുക്കൊന്ന് മനസ്സിലാക്കാം. വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ ജോബ് സൈറ്റ് jobsbridge.com നൽകിയിട്ടുണ്ട്. ISROയുടെ 244 ഒഴിവുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ആണ്. ഇത് നിങ്ങൾക്ക് ഓഗസ്റ്റ് 16 വരെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. 4 തസ്തികകളിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. അസിസ്റ്റന്റ് ഉണ്ട്, JPA ഉണ്ട്, അതുകൂടാതെ UDC ഉണ്ട്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫർ, എല്ലാം കൂടെയാണ് 244 പോസ്റ്റുകളിലേക്കുള്ള ഹയറിങ്. JPA എന്ന് പറഞ്ഞാൽ ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്. പിന്നെ UDC അപ്പർ ഡിവിഷൻ ക്ലർക്ക് ഉണ്ട്, സ്റ്റെനോഗ്രാഫർ ഉണ്ട്. ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. അസിസ്റ്റന്റിൽ 113 ഒഴിവുകളാണുള്ളത്. അഹമ്മദാബാദ്, ബാംഗ്ലൂർ ഇതൊക്കെ കൂട്ടിയിട്ട്, കൂടാതെ നമ്മുടെ തിരുവനന്തപുരത്തും 6 ഒഴിവുകളുണ്ട്. ടോട്ടൽ 113 വേക്കൻസികളാണുള്ളത്. ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് JPA 81 ഒഴിവുകളാണുള്ളത്. ഇതും ബാംഗ്ലൂറും ഹൈദരാബാദും ഒക്കെ കൂടെ നമ്മുടെ തിരുവനന്തപുരത്ത് 21 ഒഴിവുകളുണ്ട്. ടോട്ടൽ 81 ഓപ്പർച്യൂണിറ്റീസ് അവിടെ ലഭ്യമാണ്. ഇനി അപ്പർ ഡിവിഷൻ ക്ലർക്ക് 22 വേക്കൻസീസ് ആണ്, അത് ബാംഗ്ലൂർ ആണുള്ളത്. സ്റ്റെനോഗ്രാഫറായിട്ട് 10 വേക്കൻസികളാണുള്ളത്, അതും ബാംഗ്ലൂർ ആണ് അവസരമുള്ളത്. അസിസ്റ്റന്റ് ഓട്ടോണമസ് ബോഡീസ് അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് 17 വേക്കൻസി ഉണ്ട്, അത് തിരുവനന്തപുരത്ത് 3 എണ്ണം ഉണ്ട്. പിന്നെ JPA തന്നെ ഓട്ടോണമസ് ബോഡി അണ്ടർ DOS 1 വേക്കൻസി ഉണ്ട്, അത് അഹമ്മദാബാദ് ആണ്. ഇങ്ങനെയുള്ള അവസരങ്ങളാണ്. മുഖ്യമായിട്ട് 6 പോസ്റ്റുകളുണ്ട് 4 ഏരിയകളിലായിട്ട്. അപ്പം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് അസിസ്റ്റന്റും അപ്പർ ഡിവിഷൻ ക്ലർക്കിനും ഡിഗ്രി വിത്ത് 60% മാർക്ക്. ഇനി CGP ആണെങ്കിൽ 6.32 ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. കമ്പ്യൂട്ടേഴ്സ് അറിഞ്ഞിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡിഗ്രി വിത്ത് പ്രൊഫഷൻസി ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇനി ജൂനിയർ പേഴ്സണൽ അസിസ്റ്റന്റും സ്റ്റെനോഗ്രാഫറും ആണെങ്കിൽ ഇതിനും ഡിഗ്രി വിത്ത് 60% മാർക്ക് അല്ലെങ്കിൽ 6.32 CGP ആണ്. അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ സെക്രട്ടറിയൽ പ്രാക്ടീസ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. അതായത് 3 ഇയർ പോളിടെക്നിക് ഡിപ്ലോമ 60% മാർക്കോടെ കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് മിനിമം 60 വേർഡ്സ് പെർ മിനിറ്റ് ടൈപ്പിംഗ് സ്പീഡ് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഈ സ്റ്റെനോഗ്രാഫറൊക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ, അതേപോലെ കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയും കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഏജ് ലിമിറ്റ് സാധാരണ 28 വയസ്സാണ് അൺറിസർവ്ഡ് കാറ്റഗറിക്കൊക്കെ. OBC ആണെങ്കിൽ 31 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. SC ST 33 വയസ്സ് വരെയുള്ളവർക്കും അപ്ലൈ ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 17 പ്രകാരമായിരിക്കും. ഇനി ഇതിൻ്റെ പേ പാക്കേജ്, ബേസിക് പേ പാക്കേജ് 25,500 എന്നാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ DA, HRA, ട്രാൻസ്പോർട്ട് അലവൻസ്, അങ്ങനത്തെയൊക്കെയുള്ള അലവൻസുകളുണ്ട്. എല്ലാം കൂടെ ഏകദേശം ഒരു 50,000 രൂപ അധികം പെർ മന്ത് ലഭ്യമാകുന്ന അവസരങ്ങളാണ്. അപ്പം എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ISROയുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലുണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ പോയിട്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. നോക്കുക, ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. 500 രൂപ ആദ്യം നിങ്ങൾ പേ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് 100 രൂപ ഇവർ റീറ്റെയിൻ ചെയ്യും. ബാക്കി 400 രൂപ നിങ്ങൾ ടെസ്റ്റ് എഴുതുന്ന പക്ഷം 400 രൂപ റീഫണ്ട് ചെയ്യും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി വുമൺ കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ ഫുൾ ഫീ വിൽ ബി റീഫണ്ടഡ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. വുമൺ കാൻഡിഡേറ്റ്സ് മാത്രമല്ല, SC ST കാർക്ക്, ഡിസബിലിറ്റി ഉള്ളവർ, എക്സ് സർവീസ് മാനൊക്കെ ഫുൾ ഫീ റീഫണ്ട് ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഓൺലൈനായിട്ടൊക്കെ വേണം പേ ചെയ്യുവാനായിട്ട്. സെലക്ഷൻ എങ്ങനെയായിരിക്കും? റിട്ടൺ ടെസ്റ്റിൻ്റെയും സ്കിൽ ടെസ്റ്റിൻ്റെയും വെളിച്ചത്തിലായിരിക്കും സെലക്ഷന്. സ്റ്റെനോഗ്രാഫറൊക്കെ ആണെങ്കിൽ ഈ ടൈപ്പിംഗ് ടെസ്റ്റും ഒക്കെ നടത്തിയായിരിക്കും സെലക്ഷന്. നോക്കുക, 27 ജൂലൈ മുതൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഓഗസ്റ്റ് 16 വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അപ്പം ഞാൻ ISROയുടെ ആദ്യത്തെ റിക്രൂട്ട്മെൻ്റ് ആണ് സൂചിപ്പിച്ചത്. 244 ഒഴിവുകൾ. ഡിഗ്രി ഉള്ളവർക്കുള്ള അവസരങ്ങളാണ്. നമ്മുടെ തിരുവനന്തപുരത്തും വേക്കൻസികളുണ്ട് എന്ന് അറിയുക.
ഇനി നമുക്ക് ISROയിലെ തന്നെ രണ്ടാമത്തെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസും കൂടി ഒന്ന് മനസ്സിലാക്കാം. ISROയുടെ NRSCയിലേക്കുള്ള റിക്രൂട്ട്മെന്റ്. NRSC എന്ന് പറഞ്ഞാൽ നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ, ISROയുടെ കീഴിൽ തന്നെയുള്ളതാണ്. അങ്ങോട്ടേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ്. 48 ഒഴിവുകൾ. റിസർച്ച് സയന്റിസ്റ്റ് ഉണ്ട്, പ്രൊജക്ട് സയന്റിസ്റ്റ് ഉണ്ട്, പ്രൊജക്ട് അസോസിയേറ്റ് ഉണ്ട്, JRF ഉണ്ട്. ഇങ്ങനെയുള്ള തസ്തികകളിലേക്കാണ് ഹയറിങ്. ഇതിന് 1-ാം തീയതി ഓഗസ്റ്റ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ആദ്യത്തെ റിസർച്ച് സയന്റിസ്റ്റ് RS എന്നുള്ള ഒഴിവുകളാണ്. അത് തന്നെ RS 20, 21, 22, 23, 24, 25, 26 അങ്ങനെ വിവിധ ഒഴിവുകളുണ്ട്, പോസ്റ്റുകളുണ്ട്. RS 20 ME MTech സിവിൽ എഞ്ചിനീയർമാർക്കുള്ള അവസരമാണ്. 21 ME MTech റിമോട്ട് സെൻസിങ് അല്ലെ GIS അങ്ങനെയൊക്കെയുള്ളവർക്കുള്ള അവസരങ്ങളാണ്. RS 22 MSc Tech MTech ജിയോളജിയിലൊക്കെ കഴിഞ്ഞവർക്കുള്ള അവസരമാണ്. RS 23 ME MTech റിമോട്ട് സെൻസിങ് അല്ലെങ്കിൽ റിലേറ്റഡ് ഏരിയയിൽ നിന്നുള്ളവർക്കുള്ള അവസരങ്ങളാണ്. RS 24 ME MTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ IT ഒക്കെ കഴിഞ്ഞവർക്കുള്ള അവസരമാണ്. RS 25 ME MTech ഡേറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് അല്ലെ കമ്പ്യൂട്ടർ വിഷൻ, മെഷീൻ ലേണിംഗ്, AI ഇങ്ങനെയൊക്കെയുള്ള PG കഴിഞ്ഞവർക്കുള്ള അവസരമാണ്. ഇനി പ്രൊജക്ട് അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു തസ്തികയുണ്ട്. അത് BTech കമ്പ്യൂട്ടർ സയൻസുകാർക്ക് IT-കാർക്കുള്ള അവസരമാണ്. ഈ പ്രൊജക്ട് അസോസിയേറ്റ് 2 ഉണ്ട്, അവിടെ തന്നെ 2 എണ്ണമുണ്ട്. ഒന്ന് BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BTech ഇൻ IT +2 years R&D എക്സ്പീരിയൻസ് വേണം. മറ്റൊന്ന് BTech ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സ് അല്ലെങ്കിൽ MSc ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സ് റിമോട്ട് സെൻസിങ് GIS ഒക്കെ കഴിഞ്ഞവർക്ക് വിത്ത് 2 year എക്സ്പീരിയൻസ് ഉള്ള അവസരമാണ്. ഇനി പ്രൊജക്ട് സയന്റിസ്റ്റ് ആയിട്ട് ഏതാണ്ട് 4 വിവിധ പോസ്റ്റുകളിലേക്ക് ഹയറിങ് നടക്കുന്നുണ്ട്. അതിലൊരു പോസ്റ്റ് MSc അല്ലെ MSc Tech MTech-കാർക്കുള്ള അവസരമാണ്. മറ്റൊന്നും MSc-കാർക്കുള്ള അവസരമാണ് റിമോട്ട് സെൻസിങ്ങിൽ കഴിഞ്ഞവർക്ക്. പിന്നെ വേറൊരു അവസരം BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെ IT കഴിഞ്ഞവർക്കുണ്ട്. MSc റിമോട്ട് സെൻസിങ് അല്ലെ റിലേറ്റഡ് ഏരിയ കഴിഞ്ഞവർക്കുള്ള അവസരങ്ങളുണ്ട്. മറ്റൊന്നാണ് പ്രൊജക്ട് സയന്റിസ്റ്റ് 1. ഇത് ME MTech കമ്പ്യൂട്ടർ സയൻസ് IT ഒക്കെ കഴിഞ്ഞവർക്കുള്ള അവസരമാണ്. JRF ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ്, അതായത് MSc ഫിസിക്സ്, അറ്റ്മോസ്ഫിയറിക് സയൻസ്, മെറ്റീരിയോളജി, എർത്ത് സിസ്റ്റം സയൻസ്, ക്ലൈമറ്റ് സയൻസ്, ജിയോ ഫിസിക്സ്, റിമോട്ട് സെൻസിങ് അങ്ങനെയൊക്കെയുള്ള MSc കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. മറ്റൊരെണ്ണം MSc ഫിസിക്സ്, അങ്ങനെ ഓഷ്യനോഗ്രഫി, ഓഷ്യൻ സയൻസ് അങ്ങനെയുള്ള റിലേറ്റഡ് ഏരിയ എന്നുള്ളവർക്കുള്ള അവസരമാണ്. MSc അഗ്രോ മെറ്റീരിയോളജി കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട്. അല്ലെങ്കിൽ ME MTech റിമോട്ട് സെൻസിങ് ആൻഡ് GIS കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട്. ഇനി MSc അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ കഴിഞ്ഞവർക്ക് അവസരങ്ങളുണ്ട്. BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഡേറ്റാ സയൻസ്, AI ML, MSc കമ്പ്യൂട്ടർ സയൻസ്, ഡേറ്റാ സയൻസ് കഴിഞ്ഞവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. ഇതിൻ്റെ പേ പാക്കേജ് ഏകദേശം 56,100 ഒക്കെയാണ് റിസർച്ച് സയൻറ്റിസ്റ്റിനുള്ളത്. പ്ലസ് HRA DA അങ്ങനെയുള്ള ആനുകൂല്യങ്ങളുണ്ട്. പ്രൊജക്ട് അസോസിയേറ്റ്സിന് ഏകദേശം 31,000 മുതൽ 35,000 വരെയാണ്. ഒരു പ്രൊജക്ട് സയൻറ്റിസ്റ്റിന് 56,000 വരെ അങ്ങനെ ഒരു പോസ്റ്റിൽ ഉണ്ട്. പ്ലസ് HRA ഒക്കെ ലഭ്യമാകും. മറ്റൊരു പ്രൊജക്ട് സയൻറ്റിസ്റ്റിലും അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ്സ് ആണുള്ളത്. 5% ഇൻക്രിമെന്റ് എവറി 2 years എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. JRF-ൽ 37,000 വിത്ത് പോസിബിലിറ്റി ഓഫ് എൻഹാൻസ്മെന്റ് ടു 42,000. അത് SRF കിട്ടിയാൽ കിട്ടും. അതൊക്കെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ്. അഡീഷണൽ ബെനിഫിറ്റ്സിൻ്റെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. പ്ലേസ് ഓഫ് പോസ്റ്റിങ് ഹൈദരാബാദ് ആയിരിക്കും, അല്ലെങ്കിൽ സാത്നഗർ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേകം ഓർക്കുക, ഡൽഹി, ബാംഗ്ലൂർ, നാഗ്പൂർ, കൊൽക്കത്ത, ജോധ്പൂർ പോലുള്ളതൊക്കെ പോസ്റ്റിംഗ് വരും. ഇന്ത്യയിൽ എവിടെ വേണേലും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ പൊതുവെ ME MTech-കാർക്ക് 60% ആണ്. MSc Tech-കാർക്ക് 65% ആണ്. BTech-കാർക്ക് 65% ആണ്. BSc-കാർക്ക് 60% എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് 28 വയസ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില പോസ്റ്റുകൾ അതിൽ കൂടുതലും ഒക്കെ ഉണ്ട്, ഇവിടെ നൽകുന്നു. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. നമുക്ക് ഇതൊരു ടെമ്പററി റിക്രൂട്ട്മെന്റ് ആയിരിക്കും ഫോർ എ പീരീഡ് ഓഫ് 1 year എന്നാണ് സൂചിപ്പിക്കുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് ബേസ്ഡ് ഓൺ പെർഫോമൻസ് റിവ്യൂ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മാക്സിമം ഈ JRF RS പോസ്റ്റുകൾ 5 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നോക്കുക, ഇതിൻ്റെ സെലക്ഷൻ ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. ടെസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല, ഇൻ്റർവ്യൂവിൻ്റെ ബേസിലായിരിക്കും. ആദ്യം ഒരു പ്രിലിമിനറി സ്ക്രീനിങ് ചെയ്ത് ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിലായിരിക്കും
21 ഓഗസ്റ്റ് വരെ ആയിരിക്കും അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. 250 രൂപ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെലക്ഷൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ആയത് ഇൻ്റർവ്യൂവിന് വിളിക്കും എന്ന് സൂചിപ്പിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ഇവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ നൽകിയിട്ടുണ്ട് ISROയുടെ. അവിടെ പോയിട്ട് കൃത്യമായ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും.